കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പുത്തൻ വാഹനമാണ്. പുത്തൻ വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 മോഡൽ വണ്ടിയാണ്. വെറും 7000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന റെനോൾട്ടിൻ്റെ കൈഗറാണ്. അപ്പോൾ കൈഗറിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നോക്കണം നിസാൻ്റെ മാഗ്നൈറ്റ് ആണ്. കാരണം രണ്ട് സെയിം കാറ്റഗറിയിൽ നിൽക്കുന്ന വണ്ടിയാണ്, സെയിം ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന വണ്ടി കൂടിയാണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2022 ഇതിൻ്റെ മോഡൽ 1 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനിൽ വന്നിരിക്കണം. നല്ല കലക്കം വണ്ടി, RXT എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. പിന്നെ കൂടാതെ തന്നെ പെട്രോളാണ്. എടുത്തു വരേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 7000 കിലോമീറ്റർ വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ 1000 CC വന്നിരിക്കണം, 3 സിലിണ്ടേഴ്സാണ് വന്നിരിക്കണം. ടാക്സ് 2037 വരെ ടാക്സ് വാലിറ്റി നിൽക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ വാലിറ്റി 2038 വരെ നിൽക്കുന്നുണ്ട്. ID വാല്യൂ നിലവിൽ വണ്ടിക്ക് 7.5 ലക്ഷം രൂപ ID കിട്ടുന്നുണ്ട്. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് പോയേക്കാം. ഇന്ത്യസ് എക്സ്റ്റീരിയസ് എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷനെല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും സ്ക്രാച്ചോ ഡെൻറ്റോ കാച്ചോ കാര്യങ്ങളൊക്കെ ഇനി അതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ വണ്ടിയുടെ ഫുൾ വീഡിയോ ഉണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നിസാൻ്റെ കൈഗറാണ്. റെനോൾട്ടിൻ്റെ കൈഗറാണ്. അപ്പോൾ കൈഗറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കാണാറുള്ള പോലെ തന്നെ ഇതിന് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ നിൽക്കാറുണ്ട്. ചെറിയ നമ്മൾ നോക്കണമെങ്കിൽ സബ് കോമ്പാക്റ്റ് SUV കാറ്റഗറി ഏത് ബ്രാൻഡ് എടുത്താലും ഒരു കോമ്പറ്റീഷൻ തൊട്ടപ്പുറത്തെ ബ്രാൻഡിലുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നൈറ്റും കൈഗറും ഏകദേശം അത് സെയിം കാറ്റഗറിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ സെയിം എന്താ പറയുക സബ് 4 മീറ്ററിൽ നിൽക്കുന്ന കോമ്പാക്റ്റ് SUV കാറ്റഗറിയിൽ വരുന്ന വണ്ടിയും കൂടിയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാഗ്നൈറ്റും എടുക്കാൻ പോകുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൈഗർ ഓപ്ഷൻ കൂടി ഉണ്ട്. കൈഗർ നമ്മൾ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കുറേ സുഹൃത്തുക്കൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ രണ്ട് വണ്ടീനെയും സാമ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വണ്ടിയുടെ ടോപ്പ് വ്യൂയിലേക്ക് ഒന്ന് വായിക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ടിരിക്കുന്ന വാഹനം. അതേപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകാം. അതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ കൈഗറിനെ കുറിച്ച് പറയുമ്പോൾ വണ്ടിയിൽ ഒരുപാട് സംഭവങ്ങൾ എടുത്ത് പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടോ ലാംപ്സൊക്കെ 3 സെപ്പറേറ്റഡ് സ്റ്റാൻഡ് ലോൺ DRLs വന്നേക്കണം. അതിൻ്റെ വീലാർസിലേക്ക് നോക്കാം. വീലാർസൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് വെക്കുന്ന ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നോക്കാം. അലോയ്സ് ആയാലും കമ്പനി ഒറിജിനൽസ് അലോയ്സ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി ബോഡി ക്വാളിറ്റിയിലേക്ക് പോകാം. ബോഡി ക്വാളിറ്റി ആയാലും വളരെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ആ ഒരു ബോണറ്റ് ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. പവർ ലൈൻസും ബൾജസൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഇവിടെ വിൻഷീൽഡായാലും നീറ്റായിട്ട് ഇരിക്കുന്നു, ഒരു സ്ക്രാച്ച് പോലുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഗ്രില്ലൊക്കെ നോക്കാം. ഗ്രില്ലൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. താഴേക്ക് വരുമ്പോഴാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. ഇവിടെ ട്രിപ്പിൾ സ്റ്റാൻഡ് ലോൺ ഹെഡ് ലാംപ്സ് നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലോവർ പോർഷനിലേക്ക് വേണമെങ്കിൽ എയർ ഡാംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മുകളിൽ നമുക്കൊരു DRLs വരുന്നുണ്ട്. ഇവിടുത്തെ ലാമ്പായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ആ ഒരു ഫൈബർ ഇൻസൈഡൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സൊക്കെ വരുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മിറേഴ്സ് അല്ലെങ്കിൽ സൈഡ് മിറേഴ്സ് ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് കളഞ്ഞുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി 2 ഡോർ നോക്കാം. 2 ഡോറായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. ഒരു പൊടിക്ക് പോലും സ്ക്രാച്ചോ കാര്യങ്ങളോ കാണുന്നില്ല. ഇവിടെ ഡോർ ഹാൻഡിൽസും ബ്ലാക്കിൽ പോയിട്ടുണ്ട്. നമുക്ക് വിൻഷീൽഡും വിൻഷീൽഡല്ല റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. നമുക്കിനി ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ടായിട്ട് നിൽക്കണം, എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സ്പോയിലേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു പ്രത്യേക ഷേപ്പിലാണ് വന്നേക്കണം. നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പോലെ ആ ഒരു ലിഡിലേക്ക് കയറി നിൽക്കുന്ന ലാമ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്കിവിടെ റെനോൾട്ടിൻ്റെ ബാഡ്ജ് നിൽക്കുന്നുണ്ട്. കൈഗറിൻ്റെ ആ ഒരു ബാഡ്ജ് നിൽക്കുന്നുണ്ട്. ലോഗോ വരുന്നുണ്ട്. ഇവിടെ ആയാലും ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. താഴെ നമുക്ക് വലിയൊരു ബമ്പേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വിത്ത് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. 2 ഡോറിലേക്കും വരാം. 2 ഡോർ നോക്കുമ്പോൾ ഇവിടെ ഡോർ ഹാൻഡിൽസൊക്കെ ഫുൾ ബ്ലാക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സാണ് പരിചയപ്പെടേണ്ടത്. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ രീതിയിലുള്ള ഒരു ചെറിയൊരു ഇൻസേർട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമുക്ക് വരുന്നുണ്ട്. ORM കൺട്രോളും പവർ വിൻഡോസിൻ്റെ കൺട്രോളും പിന്നെ ഗ്ലാസ് ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഇൻറ്റീരിയേഴ്സ് നോക്കാം. സീറ്റ്സൊക്കെ കമ്പനി ഒറിജിനൽ സീറ്റ്സ് തന്നെ വന്നേക്കണം. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സ്റ്റിച്ചിങ്ങൊക്കെ ഡുവൽ സ്റ്റിച്ചിങ് പോയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡൊക്കെ നോക്കാം. വളരെ ക്ലീനായിട്ട് ഇരിക്കുന്നു.
എയർ ബാഗ് സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. മിഡിൽ നമുക്കൊരു ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടച്ച് സ്ക്രീനാണ് വരുന്നത്. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ആം റെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 7100 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ സീറ്റ്സ് നോക്കാം. സീറ്റ്സിൻ്റെ ക്ലോസ് ലുക്ക് വരാം. ഫാബ്രിക്കൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. റിയറിലെ സീറ്റ്സ് ആയാലും വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊരു 3 നമ്മുടെ ഫിംഗർ ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ലോക്ക് സിസ്റ്റം കണ്ടോ, അതൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് സാധാരണ നമുക്ക് കാറുകളിൽ കാണാനായിട്ട്. ഇവിടെ നമുക്കൊരു USB ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഫോണൊക്കെ ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് വയ്ക്കാം. താഴെ നമുക്ക് വേറെ ചെറിയ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വേറെ സ്റ്റോറേജ് വരുന്നു. അപ്പോൾ സ്റ്റോറേജാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയേണ്ടത്. പിന്നെ ഡയൽസൊക്കെ നോക്കാം. ഡയൽസൊക്കെ ഇവിടെ ബ്ലൂ ഇൻസേർട്ടൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടീനെ കുറിച്ച് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഞാനൊന്ന് കീ ഒന്ന് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് വാഹനത്തിൻ്റെ കീ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഡയൽ കാണാൻ, ഡയലിൻ്റെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. മൊത്തത്തിൽ ഡിജിറ്റലാണ് പോയേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാൻ ശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമുക്ക് സെയിം ആ പാറ്റേൺ തന്നെയാണ് ഡോർ പാഡ്സിൽ പോയേക്കണേ. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നീറ്റായിട്ട് നിൽക്കുന്ന ഒരു സീറ്റ്സും കൂടെ കാണാം. ഇതിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്, ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ കവർ പോലും ഇവിടെ പൊട്ടിച്ചോളാം. റിയർ നമുക്ക് AC വെൻ്റ് വരുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് പാർസൽ ഇഷ്ടംപോലെ സ്പേസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കിയേക്കാം. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ ഒരു കൈകാരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും അതേപോലെ തന്നെ ടയർ കണ്ടീഷനല്ല ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൈകാറിൻ്റെ എഞ്ചിൻ റൂം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് 7000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൽ കിട്ടും. നമ്മളൊരു ഫ്രഷ് വണ്ടി എങ്ങനെയാണോ ഷോറൂമിൽ പോയി കാണുന്നത് അതേ ഫീൽ തന്നെയാണ് നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. യാതൊരു രീതിയിലുള്ള ഒരു പൊട്ടിക്ക് പോലും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഡിഫക്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ തന്നെയാണ് ഈ വണ്ടി എടുത്ത് പറയേണ്ടത്. പിന്നെ ബാറ്ററിനും പറയണ്ടല്ലോ, പവർഫുൾ ബാറ്ററി തന്നെ വന്നേക്കണേ. എഡ്ജസൊക്കെ നോക്കാം, ആപ്രോൺ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള റെസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. വളരെ നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തേക്കണ ആ ഒരു കൈഗറിൻ്റെ എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ക്ലോസ് ലുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും ഇതിലുള്ള പ്രശ്നമുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ലിഡും അതേപോലെ തന്നെ എഡ്ജസും കാര്യങ്ങളും ജസ്റ്റ് നോക്കിയേക്കാം. അപ്പർ ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല കേട്ടോ. എന്തെങ്കിലും രീതിയിലുള്ള ഒരു റെസ്റ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്കിവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇത് സബ് കോമ്പാക്ട് SUV ആയതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ടിലത്തെ സ്പേസ് ഉണ്ട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ മൾട്ടി സീറ്റ്സാണ് വന്നേക്കണേ, സ്പ്ലിറ്റ് സീറ്റ്സാണ് വന്നേക്കണേ. നമുക്കിവിടെ ഇഷ്ടംപോലെ സ്റ്റോറേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു ഡിപ്പ് പോലത്തെ സ്റ്റോറേജാണ്. അപ്പോൾ ലാവിഷായിട്ട് നമുക്ക് അക്കോമഡേറ്റ് ആക്കാൻ പറ്റും ലഗേജും കാര്യങ്ങളൊക്കെ. അതേപോലെ എഡ്ജസൊക്കെ നോക്കിയേക്കാം. എഡ്ജസും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. ടോപ്പ് വ്യൂ നോക്കാം. ടോപ്പ് വ്യൂ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കാണാം. ഇനി വാഹനത്തിൻ്റെ ടയർ കണ്ടീഷനിലേക്ക് നോക്കാം. സ്പെയർ വീൽ നോക്കിയേക്കാം. സ്പെയർ വീൽ എന്ന് പറയുമ്പോൾ പുത്തൻ സ്പെയർ വീൽ തന്നെയാണ്, ജസ്റ്റ് അഴുക്കുണ്ടെന്നുള്ളൂ. പക്ഷേ വണ്ടി പക്കാ കണ്ടീഷൻ തന്നെ ഇരിക്കുന്ന സ്പെയർ വീലും ആ ഒരു സ്പെയർ വീൽ റൂമും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ വണ്ടിനെ കുറിച്ച്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടായിരുന്നു. നിസാൻ്റെ കൈഗറാണ്. കൈഗർ നല്ല കലക്കം വണ്ടി. ലുക്ക് വൈസ് ആയാലും അല്ലെങ്കിൽ നമുക്ക് യാത്രാസുഖമായാലും അതിൻ്റെ ആ മൊത്തത്തിലുള്ള ആ ഒരു ഷേപ്പും ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കൈഗർ നല്ല രീതിയിൽ തന്നെ എടുത്തു വരാൻ പറ്റുന്ന വണ്ടിയാണ്. മാഗ്നേറ്റിനേക്കാളും എനിക്ക് ഫേവറേറ്റ് ഇഷ്ടമുള്ളത് കൈഗർ തന്നെയാണ്. അപ്പോൾ വണ്ടി ID വാല്യൂ നിലവിൽ വണ്ടിക്ക് 7.5 ലക്ഷം നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസും ഏകദേശം ID വാല്യൂനേക്കാളും റേറ്റ് കുറച്ച് പ്രൈസ് വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോണൊക്കെ ഇടാൻ താല്പര്യം സുഹൃത്തുക്കളാണ് നല്ല രീതിയിൽ ലോണും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് പാസ്സായി വരും. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടന്നേക്കാകുമ്പോൾ തന്നെ ഞാൻ കിലോമീറ്റേഴ്സ് പറഞ്ഞു 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസിലേക്ക് വന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു കൈഗറിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7.5 ലക്ഷം രൂപയാണ്. 7.25 lakhs. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വോയിസ് അയക്കാം, മെസ്സേജ് അയക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ്. കാരണം നമുക്ക് പുതിയ വണ്ടിയാണ്, നിങ്ങൾക്ക് പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വോയിസ് ആയിട്ടും ടെക്സ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. നല്ല റിപ്ലൈയും കാര്യങ്ങളും വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതിൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.